നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ലൈഫിൽ നടക്കാറുള്ളൂ. അപ്പോൾ പ്രേമം അല്ലെങ്കിൽ ഒരാളെ കല്യാണം കഴിക്കുക എന്നൊക്കെ ഉള്ളത് അത് ഒരു ആ ടൈം ആകുമ്പോൾ നടക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കി സംസാരിക്കുന്നവരെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ അടുത്തൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന ഒരാളായിരിക്കണം. കാരണം ഞാൻ എന്ത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഞാൻ എൻ്റെ 100% കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അത്രയും തന്നെ എനിക്ക് എഫേർട്ട് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ വേറെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഇഷ്ടങ്ങളിൽ അഭിപ്രായങ്ങളാവാം, പക്ഷെ നീ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതാണ് മെയിൻ കാര്യം കേട്ടോ. എന്ന് വെച്ചാൽ നീ ഇന്ന ഡ്രസ്സ് ഇടണം, നീ ഇങ്ങനെ മുടി വെട്ടണം, നീ ഇത് ചെയ്യാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല, നീ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ഇപ്പോൾ പിന്നെ ചീറ്റിംഗ് ഇസ് ചീറ്റിംഗ്. അപ്പം അതിന് ഭയങ്കര ഡെക്കറേഷൻസ് ഒന്നുമില്ല, അതിനൊരു എന്താ പറയുന്ന ഒരു ബെഞ്ച് മാർക്കോ അത് ഇത്രയൊക്കെ ആയാലല്ലേ പ്രശ്നമുള്ളൂ, അങ്ങനൊന്നുമില്ല. ചീറ്റിംഗ് ഇസ് ചീറ്റിംഗ്. അപ്പം ഞാനുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രം. പിന്നെ ഇത്രയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ എനിക്ക് മെയിൻലി പറയാനുള്ളത് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി നമ്മൾ ഒരാളെ സ്നേഹിക്കാൻ നിൽക്കരുത്. അപ്പം പറയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇതൊക്കെ ഞങ്ങൾക്ക് കുറെ കേട്ടിട്ടുള്ളതെന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് നമ്മൾ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി ഒരാളെ സ്നേഹിക്കുക ചെയ്യുന്നത്.